ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും അന്നും ഒരു സംഘടനയും സ്ലീപ്പിംഗ് പാർട്ണർ ആയിട്ടില്ല. ഞാൻ അതിന് ട്രോൾ ചെയ്തതാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ജമാഅത്തെ ഇസ്ലാമി ഒരു മുന്നണിയുടെയും സ്ലീപ്പിംഗ് പാർട്ണർ അല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ നിലപാട് മുൻനിർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. അതേസമയം ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാട് വെച്ച് തത്വാധിഷ്ഠിതമായ നിലപാടാണ് ഒരു ഘട്ടത്തിൽ CPM-നെ പിന്തുണച്ചിട്ടുണ്ട്. അതിന് രാഷ്ട്രീയമുണ്ട്. അത് ആ ഇലക്ഷനിൽ മാത്രമുള്ള നിലപാടാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു മുന്നണിയുടെ ഭാഗമായിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 2019 തിരിച്ച് 2024 ജമാഅത്തെ ഇസ്ലാമി നിലപാടെടുത്തിട്ടുണ്ട്. അതെല്ലാം ദേശീയ രാഷ്ട്രീയത്തെ മുൻനിർത്തിയിട്ടാണ്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമി നിന്നിട്ടില്ല. KT ജലീൽ കുറ്റിപ്പുറത്ത് മത്സരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സഹായിച്ചല്ലേ? അത് നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. തവനൂരെ നിശ്ചയിച്ചിട്ടുണ്ടാവുള്ളൂ. പുള്ളിയെ നിശ്ചയിച്ചാൽ അന്നത്തെ തെളിവുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങാത്ത ഇടതിലോ വലതിലോ ഉള്ള ഒരു കക്ഷി ഇവിടെ ഉണ്ടാവില്ല, BJP ഒഴികെ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്തുണക്കുന്ന ഘട്ടത്തിൽ സെക്കുലർ ഐക്കാരം, വിയോജിക്കുന്ന ഘട്ടത്തിൽ വർഗീയമായിരിക്കും. അതാണ് ഈ ചാപ്പൻ്റെ പ്രശ്നം. അതുകൊണ്ട് നമുക്കിത് പതിറ്റാണ്ടുകളുടെ പരിചയമുള്ളതുകൊണ്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ.